എല്ലാവർക്കും യു എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആരെങ്കിലും നല്ലൊരു കോഴിക്കോടൻ ഹലുവ, നല്ല മധുരമുള്ള കോഴിക്കോടൻ ഹലുവ എടുത്തിട്ട് നല്ല ചാളക്കറി അഥവാ മത്തിക്കറിയുടെ കൂടെ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഒരു ഹലുവയുടെ കൂടെ ഒരു മത്തിക്കറി കഴിക്കാൻ ശ്രമിക്കാറുണ്ടോ? നമ്മൾ സാധാരണ ഈ മലബാർ ഭാഗങ്ങളിലൊക്കെ ഒരിക്കലും ചേരാത്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഇതൊരു ഹലുവ മത്തിക്കറി കോമ്പിനേഷനാണെന്ന്. അതായത് ഒരു തരത്തിൽ യോജിക്കാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ഹൽവ മത്തിക്കറി കോമ്പിനേഷൻ എന്ന് പറയാറുള്ളത്. അതേപോലെ ഈ ഒരു ഹൽവ മത്തിക്കറി കോമ്പിനേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു തരത്തിലും യോജിക്കാതെ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ പ്രപ്പകട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വിഷയമാണ് ലവ് ജിഹാദ്. ഇതിൽ എന്താണ് ലവ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇത് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ, ഈ ഒരു പ്രപ്പകണ്ടയുടെ ആളുകൾ പറയുന്നൊരു കാര്യം, മുസ്ലിം ചെറുപ്പക്കാർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ സംഘടിതമായിക്കൊണ്ട് അമുസ്ലിങ്ങളായിട്ടുള്ള പെൺകുട്ടികളെ വശീകരിച്ച് അവരെ പ്രണയം നടിച്ചുകൊണ്ട് അവരെ വിവാഹം കഴിക്കുകയും എന്നിട്ട് അവരെ നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം. ഇതാണ് ലവ് ജിഹാദ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ലവ് ജിഹാദിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ലവ്, അതേപോലെ രണ്ടാമത്തെ ഭാഗമാണ് ജിഹാദ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാനിതൊരു ഹൽവ മത്തിക്കറി കോമ്പിനേഷനാണ്, ഒരിക്കലും യോജിക്കാത്ത രണ്ട് കാര്യങ്ങളുടെ ഒരു കൂട്ടിച്ചേരലാണെന്ന് പറയാൻ കാരണം? അതിന് കാരണം ലവ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം നിരോധിച്ചിട്ടുള്ള ഒരു പ്രണയമാണ്. ഇസ്ലാം എല്ലാ പ്രണയവും നിരോധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് നമുക്കറിയുന്ന കാര്യമാണ്, ഒരു കല്യാണ ശേഷമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രണയം അത് ഇസ്ലാം അനുവദിച്ചതാണ്, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. വിവാഹശേഷം ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പ്രണയിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല, അത് വളരെ നല്ല കാര്യമാണ്. നേരെ മറിച്ച് ഇസ്ലാം നിരോധിച്ചൊരു പ്രണയമുണ്ട്. അതാണ് വിവാഹം കഴിക്കാത്ത രണ്ടാളുകൾ, അത് അന്യ പുരുഷനും അന്യ സ്ത്രീയും അവർ പരസ്പരം പ്രണയിക്കുക എന്നുള്ളത്. ആ ഒരു പ്രണയം, വിവാഹം കഴിക്കാത്തവർ തമ്മിലുള്ള പ്രണയം, അത് ഇസ്ലാം പരിപൂർണമായി നിരോധിച്ചതാണ്. അതിപ്പോൾ നമ്മൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരെ ഒരു ഹിന്ദു പെൺകുട്ടിനെ പ്രണയിച്ചാലും ശരി, അല്ലെങ്കിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രണയിച്ചാലും ശരി, അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, ഒരു മുസ്ലിം ചെറുപ്പക്കാരെ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ചാലും ശരി, അത് ഇസ്ലാമിൽ ഹറാമാണ്. ഇസ്ലാമിൽ ഹറാമായ കാര്യമാണ്, നിരോധിച്ച കാര്യമാണ്. അപ്പോൾ ഈ ഇസ്ലാമിൽ നിരോധിച്ചിട്ടുള്ള ഈ ഒരു ഹറാമായിട്ടുള്ള ഈ ലവ് എന്നിട്ടുള്ള ഒരു ഭാഗവും അതിൻ്റെ കൂടെ ഇസ്ലാമിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ജിഹാദ് എന്നുള്ളൊരു ഭാഗവും കൂട്ടിച്ചേർത്തിട്ടാണ് ഇവർ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗണ്ട, ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പല സമയങ്ങളിലും പലപ്പോഴും പല വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വിഷയം ബന്ധപ്പെട്ടിട്ട്, ജിഹാദുമായി ബന്ധപ്പെട്ട്. എന്നാലും വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട്, ആ നിയമങ്ങളാണ് അവൻ്റെ ജീവിതത്തെ അവന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അവന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന സമയത്ത് അവൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അപ്പോൾ അതെല്ലാം തരണം ചെയ്തുകൊണ്ട്, അതെല്ലാം പല ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, പല പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അവൻ മുന്നേറുന്നതിനെയാണ്, അവൻ അങ്ങനെ പ്രവർത്തിക്കുന്നതിനെയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുന്നതിനെയാണ് നമ്മൾ ജിഹാദ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഇസ്ലാം നിരോധിച്ചിട്ടുള്ള, നമ്മൾ മനസ്സ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. പല പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹറാമായിട്ടുള്ള പല വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ കാണുന്ന സമയത്ത് നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അത് ഒഴിവാക്കി വിടുകയാണ്. അതിന് കാരണം, എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു കാരണം കൊണ്ട്, ഞാനത് കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, ഒരൊറ്റ കാരണം കൊണ്ട്, അള്ളാഹു നിരോധിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം ഞാനത് മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ജിഹാദാണ്. കാരണം എൻ്റെ മനസ്സിനോടുള്ള ഒരു ജിഹാദ്. ഇതേപോലെ ഖുർആൻ വെച്ചുകൊണ്ട് നമുക്ക് ജിഹാദ് ചെയ്യാൻ പറ്റും. ഖുർആൻ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക, പ്രചരിപ്പിക്കുക, ഖുർആൻ വെച്ചുകൊണ്ട് സംസാരിക്കുക, ഡിബേറ്റുകൾ നടത്തുക, ചർച്ച നടത്തുക എന്നുള്ളതൊക്കെ ജിഹാദാണ്. ഒരു മനുഷ്യന് അവന് വാക്കുകൾ കൊണ്ടുള്ള ജിഹാദുണ്ട്, എഴുത്തുകൾ കൊണ്ടുള്ള ജിഹാദുണ്ട്. ഇങ്ങനെ ജിഹാദ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ, ദൈവമാർഗ്ഗത്തിൽ, പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിലകൊള്ളുന്ന സമയത്തുള്ള പ്രതിസന്ധികളും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനെയാണ് നമ്മൾ അവിടെ ജിഹാദ് എന്നുകൊണ്ട് പറയുന്നത്.
ഇവിടെ ഹറാമായിട്ടുള്ള ലവ് എന്ന് പറയുന്ന നിരോധിച്ചിട്ടുള്ള പ്രണയത്തിനെയാണ് ഇവർ ഇസ്ലാമിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജിഹാദുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ ഭാഗം. അല്ലാതെ ഈ ജിഹാദിൻ്റെ കൂടെ എന്തെങ്കിലും കൊണ്ടുപോയി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് മാറില്ല. ഇപ്പോൾ ഒരാൾ പറയാണ് ഇസ്ലാമിൻ്റെ ജിഹാദിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ഓക്സിജൻ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അമുസ്ലിങ്ങളായ ആളുകളുടെ ഓക്സിജൻ എല്ലാം വലിച്ചെടുക്കുന്നു, ഭൂമിയിലെ ഓക്സിജൻ എല്ലാം വലിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് മാറില്ല. അല്ലെങ്കിൽ കുടിവെള്ള ജിഹാദ്, മുസ്ലിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അമുസ്ലിങ്ങളുടെ വീട്ടിലെ വെള്ളം എല്ലാം കുടിച്ച് വറ്റിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും അത് ജിഹാദായിട്ട് മാറില്ല. അപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് ജിഹാദിൻ്റെ കൂടെ ബാക്കിൽ കൊണ്ടുപോയി എന്തെങ്കിലും ഇട്ടു എന്ന് കരുതിക്കൊണ്ടും അത് ഇസ്ലാമിൻ്റെ ഭാഗമോ പ്രവാചകൻ പഠിപ്പിച്ചതാവണമെന്നില്ല. ഇസ്ലാമിൻ്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കണം, അള്ളാഹു വഹി മൂലം അറിയിച്ചു കൊടുത്തിരിക്കണം, അത് സഹാബിമാരെ പഠിച്ചിരിക്കണം, അവർ ചെയ്തിരിക്കണം, അവർ നമുക്ക് അത് പറഞ്ഞു തന്നിരിക്കണം. ഇങ്ങനെ നമ്മുടെ ഇമാമിയങ്ങളെല്ലാം അത് പഠിച്ച് പ്രചരിപ്പിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ, അങ്ങനെ വിശ്വാസപരമായിട്ടുള്ള മുസ്ലിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു സ്കെയിൽ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള മെഷർ നമ്മുടെ കയ്യിലുണ്ട്, എന്തൊക്കെ എടുക്കാൻ പാടും എന്തൊക്കെ എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. അല്ലാതെ ജിഹാദിൻ്റെ കൂടെ എന്തുകൊണ്ട് വെച്ചാലും അതൊരു ജിഹാദ് എന്ന് പറയുന്ന വാക്കുമായിട്ട് യാതൊരു ബന്ധവും വരാൻ പോകുന്നില്ല, അത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും വരാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ ഈ ഹലുവ മത്തിക്കറി കോമ്പിനേഷൻ എന്ന് പറയാൻ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതേപോലെ വേറൊരു ജിഹാദ് കുറേ കാലം മുമ്പൊക്കെ പ്രചരിച്ചൊരു ജിഹാദായിരുന്നു ഈ തുപ്പൽ ജിഹാദ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഈ ജിഹാദിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് തുപ്പൽ എന്ന വാക്കൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഇത്ര മണ്ടത്തരാണല്ലേ, എത്ര മണ്ടൻ വാദങ്ങളും എത്ര മണ്ടൻ ആരോപണങ്ങളാണ് മുസ്ലിങ്ങളെ മേലെ ആരോപിക്കുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ അത്ര വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ജനത ഉണ്ട്, ഒരു സമൂഹമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, മറ്റു സമൂഹങ്ങളെ പോലെയല്ല കേരളത്തിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരെയൊക്കെ ഒരുമിച്ച് ഇടകലർന്നുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ഇടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പച്ചക്ക് പബ്ലിക്കായിക്കൊണ്ട് ഈ തുപ്പൽ ജിഹാദ് പോലെയുള്ള വാദങ്ങളൊക്കെ പറയുമ്പോൾ സ്വയം ഒരു കോമാളിയായിട്ടല്ല ഇത്തരം ആളുകൾ മാറുന്നതെന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആത്മാർത്ഥമായിട്ട് തുപ്പൽ ജിഹാദൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. തുപ്പൽ ജിഹാദൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എന്താണ് തുപ്പൽ ജിഹാദ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? മുസ്ലിങ്ങളെ ഹോട്ടലുകളിൽ അമുസ്ലിങ്ങളായ ആളുകൾ വരുന്ന സമയത്ത് ഒരു ബിരിയാണി ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ബിരിയാണിയിൽ തുപ്പിക്കൊടുക്കും അമുസ്ലിങ്ങളായ ആളുകൾക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് തരത്തിലുള്ള ആരോപണമാണിത്? ഇത് അല്പം വിവരവും ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ആരോപണം പറയാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഒരു 5-6 ആൾക്കാർ വരുന്നു, അല്ലെങ്കിൽ ഒരു 2 പേര് ഒരു നമ്പർ 5 എന്ന സീറ്റിൽ പോയിരിക്കുകയാണ്, നമ്പർ 6 എന്ന സീറ്റിൽ പോയിട്ട് 2 പേര് ഇരിക്കുന്നു, 2 പേര് പോയിട്ട് നമ്പർ 7 ഇരിക്കുന്നു. അപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്ന ആൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്പർ 5 ആളെ കഴുത്തിൽ കുരിശുണ്ട്, ആൾ ക്രിസ്ത്യനാണ്, തുപ്പിക്കോട്. ഇപ്പുറത്തിരിക്കുന്നത് അവിടെ കുറിയുണ്ട്, തുപ്പിക്കോട്. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ, ഇങ്ങനെയുള്ള പച്ച വർഗീയത എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു മുസ്ലിം എന്തിനാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്? ഈ ഒരു കാര്യം പലപ്പോഴും പല ആളുകൾക്കും അറിയില്ല. ഒരു മുസ്ലിം കർമ്മങ്ങൾ ചെയ്യാനുള്ള കാരണം എന്താണ്? ഒരു റീസൺ ഉണ്ടല്ലോ, എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മുസ്ലിം കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നുള്ളതാണ് ഈ ഒരു കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ നിസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, അവൻ അനാഥയെ സംരക്ഷിക്കുന്നത്, അവൻ പാവപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നത്, അവൻ അയൽവാസിനെ പരിഗണിക്കുന്നത്, ഭാര്യയെ പരിഗണിക്കുന്നത്, അതേപോലെ തന്നെ അവൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, അവൻ വലതുകാലിൽ ചെരുപ്പിടുന്നത് മുതൽ അവൻ റോഡിലെ വഴിയിൽ കാണുന്ന വേസ്റ്റ് എടുത്ത് മാറ്റുന്നത് പോലും, ഒരു ചെറിയ കർമ്മങ്ങൾ പോലും അവൻ ചെയ്യുന്നത്, അവൻ്റെ നിയ്യത്തെന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക, അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക, അള്ളാഹു ഒരുക്കിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് അത് ലഭിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ ആത്യന്തികമായിട്ട് ലക്ഷ്യം. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഈ തൃപ്തി നേടേണ്ടത്? അതും വളരെ എളുപ്പമാണ്. ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണത്. അതെല്ലാ മുസ്ലിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നുള്ളത് അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു വിരോധിച്ച കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ കർമ്മം ഒരു മുസ്ലിം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവരെ ലോജിക്ക് അനുസരിച്ചിട്ട് അത് ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം വ്യക്തികൾ ഒരു കൂട്ടമായി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഒരു മുസ്ലിം സംബന്ധിച്ചുള്ള ലക്ഷ്യം അള്ളാഹു തൃപ്തി നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നിരോധിച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടാണോ ഇസ്ലാമിൽ ഒരു അള്ളാഹുവിന് തൃപ്തി നേടേണ്ടത്?
നിരോധിച്ച കാര്യം ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, റസൂൽ പഠിപ്പിക്കാത്ത, അള്ളാഹു പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യം, ആ കാര്യത്തിലൂടെ അത് നിരോധിക്കപ്പെട്ട കാര്യം അള്ളാഹു മോശമാണെന്ന് പറഞ്ഞ കാര്യം. ഒരു എക്സാമ്പിൾ വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, ഒരാൾ കള്ള് കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പോയ അവസ്ഥ എന്താ? അപ്പോൾ നിസ്കരിക്കുക എന്നുള്ള കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവന് സ്വയം ശുദ്ധിയായിരിക്കണം അല്ലേ? അവൻ ചെയ്യുന്ന രീതി, അവന് ഒരു മോശമായ അവസ്ഥയിൽ, നജസായ അവസ്ഥയിൽ, അവന് ഹറാമായ അവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവൻ്റെ നിസ്കാരം സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെയാണ് ഇവിടെ കിടക്കുന്നതും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഹലുവ മത്തിക്കറി കോമ്പിനേഷനാണ്. അത് മാത്രമല്ല, ഇത് ഉണ്ടാക്കിയ ആൾക്കാർ, ഇങ്ങനെ ലവ് ജിഹാദ് എന്ന പേരുണ്ടാക്കിയിട്ട് ഇവിടെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇസ്ലാമിൻ്റെ ബേസിക് ആയിട്ടുള്ള നിയ്യത്തിനെക്കുറിച്ച് യാതൊരു ബോധ്യമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു മണ്ടൻ ആശയമൊന്നും മുസ്ലിങ്ങളുടെ മേലെ കൊണ്ടുപോയിട്ട് വെക്കില്ല എന്നുള്ളതാണ്. എന്തിനാണ് മുസ്ലിങ്ങളുടെ മേലെ ഇത്ര വലിയ കള്ള ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അതായത് ഒരു തുപ്പൽ ജിഹാദൊക്കെ പോലെയുള്ള, കേട്ടാൽ തന്നെ ഒരു മണ്ടത്തരാന്ന് ഒരു മനുഷ്യന്, അല്പം ചോറ് നിന്നൊരു മനുഷ്യന് മനസ്സിലാവുന്ന ആ ഒരു ആരോപണങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാണ് മുസ്ലിങ്ങളെ മേലെ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ചാനൽ ചർച്ചകളിലൊന്നും അത് പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മുസ്ലിങ്ങൾ തുപ്പിക്കൊടുക്കുന്നു. അതേപോലെ ലവ് ജിഹാദിൻ്റെ കേസ് വരുന്ന സമയത്ത് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, വിവാഹം കഴിക്കുന്നു എന്നുള്ള ആരോപണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഈ കള്ള ആരോപണങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനുള്ളൊരു കാരണം രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയുന്ന കാര്യം തന്നെയാണ് കുറേയൊക്കെ. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്വന്തമായിട്ട് ഇവരുടെ വികസനങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ പറഞ്ഞിട്ടൊന്നും നേടാനില്ല. അങ്ങനെയൊന്നും ഇവർ വോട്ട് നേടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. പിന്നെ ആകെയുള്ളൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, മുസ്ലിങ്ങളെ മേലേക്ക് ഒരു ന്യൂനപക്ഷത്തിനെ എടുത്ത് അവരെ ഫോക്കസ് ചെയ്തിട്ട് അവരെങ്ങനെ കുറ്റം പറഞ്ഞ് അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട. അതിൻ്റെ ഭാഗമായിട്ടാണ് പച്ചയ്ക്ക് പബ്ലിക്കായിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 ദിവസം മുമ്പ് വരെ അതൊരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യന് പെട്ടെന്ന് ഈ പ്രത്യേക പാർട്ടിയിൽ കയറുമ്പോൾ 2 ദിവസം കൊണ്ട് ആളെ സ്വഭാവം മാറും. വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ, ഇന്നലെ വരെ നല്ല മനുഷ്യരായിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ച വ്യക്തി, ജനങ്ങളിൽ നല്ല രീതിയിൽ ഇടപെട്ട് ജീവിച്ചിരുന്ന വ്യക്തി, പിന്നെ പെട്ടെന്ന് പാർട്ടി മാറിക്കഴിയുമ്പോൾ ഈ ഒരു പ്രത്യേക വലതുപക്ഷ തീവ്ര പാർട്ടികളിലേക്ക് മാറുന്ന സമയത്ത് പിന്നെ ആളെ സ്വഭാവം മാറി. പിന്നെ ആൾ മുഴുവൻ പറയുന്നത് എന്താ? ഈ പറഞ്ഞ വർഗീയതയാണ്. ഈ വർഗീയതയിലൂടെ മാത്രം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു പാർട്ടി, അത്തരം ആളുകളാണ് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ടീം കൂടിയുണ്ട്, ബി ടീം എന്ന് പറയുന്ന ടീം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയില്ല ഞങ്ങൾ ഈ ഒരു വലതുപക്ഷ തീവ്ര സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണെന്നൊന്നും അവർ പറയില്ല. പക്ഷെ അവർ പറയുന്നതാണ്, അവർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ വലിയ മാനവികതര ആൾക്കാരാണ്, പുരോഗമനവാദികളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ബി ടീം കൂടി വർക്കുണ്ട്. അപ്പോൾ ഈ ബി ടീമിൻ്റെ പരിപാടി എന്ന് പറയുന്നത് മറ്റവർ പറഞ്ഞ കാര്യം, എ ടീം പറഞ്ഞ കാര്യം അതേപോലെ കോപ്പി എടുത്ത് അതേപോലെ ഇവിടെ പറയുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ബി ടീം പറയുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഒന്ന് ഭംഗിയൊക്കെ കൊടുത്ത് ഒന്നിങ്ങനെ പോളിഷ് ചെയ്തിട്ട് പറയുന്നുള്ളൂ. പക്ഷെ രണ്ടുപേരും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. ഒരു ടീം ഡയറക്റ്റ് മൂക്കി പിടിക്കുമ്പോൾ സെക്കൻഡ് ടീം ഒന്നിങ്ങനെ വളഞ്ഞ് മൂക്കി പിടിക്കുന്നതേ. രണ്ടുപേരും പിടിക്കുന്നത് മൂക്കി തന്നെയാണ്. ഒരാൾക്ക് മതം പ്രചരിപ്പിക്കാനും മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും, അതേപോലെ തന്നെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണ്, ആൾക്ക് വരാൻ താല്പര്യം വരാൻ കുഴപ്പമില്ല. ഒരാൾ ക്രൈസ്തവത്തിലേക്ക് പോകാൻ താല്പര്യം ആൾക്ക് പോകാവുന്നതാണ്. ആളെ പിടിച്ചു നിർത്താനുള്ള അവകാശം ആർക്കില്ല. അത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ്. നേരെ മറിച്ച് കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ഈ ക്രൈസ്തവ മിഷണറിമാർ അവരെ ഫോക്കസ് ചെയ്ത് കൊണ്ടിട്ടുള്ള വലിയ ഒരു അക്രമം നടക്കുകയാണ് നോർത്ത് ഇന്ത്യകളിൽ. അപ്പോൾ അതിനെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആരിഫ് ഹുസൈൻ്റെ ഒരു പോസ്റ്റാണ്, ഗ്രാമീണ ഇന്ത്യയുടെ ശോചനീയ അവസ്ഥ മതപരിവർത്തനത്തിന് വളമാണ്. മതപരിവർത്തനം എന്തോ വലിയ സംഭവം പ്രശ്നമാണ് എന്ന രീതിയിലാണ് ആദ്യം തന്നെ ഈ ആരിഫ് ഹുസൈനെ കൊണ്ടുവെക്കുന്നത്. അതാണ് രാജ്യം ആദ്യം പരിഹരിക്കേണ്ടത്. രാജ്യം പരിഹരിക്കേണ്ടത് ആദ്യം അതാണ്. ഓക്കെ, എന്നിട്ട് ആൾ പറയുകയാണ് കന്യാസ്ത്രീ വേട്ട ഒരു പരിഹാരമല്ല. കന്യാസ്ത്രീ വേട്ട ഒരു പരിഹാരമായിട്ട് ആൾ കാണുന്നില്ല. അല്ലാതെ തെറ്റാണെന്നൊന്നുമല്ല പറയുന്നത്. ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങളുണ്ടാവും അല്ലേ? നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് തന്നെയാണ് ഈ പറയുന്ന തീവ്ര വലതുപക്ഷ സംഘടനകളും പറയുന്നത്. അതൊന്ന് പോളിഷ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതായത് ഇത് കന്യാസ്ത്രീ വേട്ട തെറ്റാണ്, അവിടെ സംഭവിച്ചത് ഒരു തീവ്രവാദ ആക്രമണമാണ്, അല്ലെങ്കിൽ അവിടെ സംഭവിച്ചത് മനുഷ്യാവകാശങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെ അവിടെ സംഭവിച്ചത് ഇന്ത്യയിലെ ഫ്രീഡം, ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചത് ഒന്നും പറയുന്നില്ല. ആകെ പറയുന്നത് എന്താ? കന്യാസ്ത്രീ വേട്ട ഒരു പരിഹാരമല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കന്യാസ്ത്രീ വേട്ട പരിഹാരമല്ല എന്ന് മാത്രം, അല്ലാതെ തെറ്റാണെന്നോ അത് മോശമാണെന്നോ ഒന്നും പറയാനായിട്ട് ഇവരോട് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് 2 ടീമും, എ ടീമും ബി ടീമും, രണ്ടിൻ്റെയും ഉദ്ദേശമെന്ന് പറയുന്നത്
ഇവിടെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. പണ്ട് ജർമ്മനിയിലേക്ക് ജൂതന്മാർക്ക് എഗെയിൻസ്റ്റായിട്ട് ചെയ്ത പോലെ യൂറോപ്പിലേക്ക് ജൂതന്മാർക്ക് എഗെയിൻസ്റ്റായിട്ട് ചെയ്ത അത് ജൂതന്മാർ ക്രൈസ്തവ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ചോര കുടിക്കും, എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു അറിയും. ക്രൈസ്തവ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് ജൂതന്മാർ ചോര കുടിക്കും എന്നുള്ള ആരോപണം. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പലപ്പോഴായിട്ട് പല സമയത്ത് പറഞ്ഞ് അവസാനം അവർക്കെതിരെ വലിയൊരു വംശീയ കലാപം കൊണ്ടുവരികയും അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ ഇന്ത്യയിൽ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ, ഇസ്ലാമിക സമ്പ്രദായങ്ങളെ, മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെ, മുസ്ലിങ്ങളെ ഏറ്റവും പവിത്രമായി കാണുന്ന പല വേർഡുകളെയൊക്കെ, ജിഹാദ് പോലെയുള്ള വേർഡുകളെ, അത്തരം വേർഡുകളെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിനെല്ലാം മോശമാക്കിക്കൊണ്ട് അതിനെല്ലാം നമ്മൾ മുസ്ലിങ്ങളെ കണക്കാക്കാത്ത, മുസ്ലിങ്ങളെ കൊടുക്കാത്ത അർത്ഥം കൊടുത്തുകൊണ്ടൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത് പ്രചരിപ്പിക്കുന്നത്. ഒരുപക്ഷെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമൊക്കെ പൈസ കൊടുക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേയൊക്കെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ എണ്ണമൊക്കെ ഈ പറഞ്ഞ വർഗീയത നിർത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഇതൊരു സാമ്പത്തിക മേഖലയായിട്ട് കൊണ്ടുപോകാൻ ഒരു പക്ഷേ ഭാവിയിൽ പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എണ്ണം കുറയുമല്ലോ. അങ്ങനെ ഒരു സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏറ്റവും സഹിഷ്ണുതയുള്ള ഒരു സമുദായമായിട്ട് എനിക്ക് തോന്നാറുള്ളത് മുസ്ലിം സമുദായമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളായ ആളുകൾ, ഹിന്ദുക്കളോ ക്രൈസ്തവരോ, അവർ ഒരു ലവ് ധർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, ലവ് മാമോദിസ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊന്നും മുസ്ലിങ്ങൾ പറയുന്നത് നിങ്ങൾ എവിടെയും കേൾക്കാൻ യാതൊരു സാധ്യതയില്ല. എനിക്ക് 100% ഉറപ്പുള്ള കാര്യം. ഒരു ഇസ്ലാമിക പണ്ഡിതനോ അല്ലെങ്കിൽ ഇസ്ലാമിക ഏതൊരു സംഘടനയുടെ നേതാക്കന്മാർ പോലും ഒരുപക്ഷെ പറയാൻ ഒട്ടും സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് മുസ്ലിങ്ങളായ ആളുകൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള വാദം. പ്രണയത്തെക്കുറിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ പ്രണയം വർക്ക് ചെയ്യുന്നത് ഈ മുസ്ലിം ടു മുസ്ലിം, ക്രിസ്ത്യൻ ടു ക്രിസ്ത്യൻ, ഹിന്ദു ടു ഹിന്ദു അല്ല വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പ്രണയമാണല്ലോ സ്വാഭാവികമായിട്ടും ഈ മിശ്ര വിവാഹങ്ങൾക്കെല്ലാം കാരണമായി തീരുന്നത്. അപ്പോൾ ഒരു ചെറുപ്പക്കാരന് അവനെ ഒരു കോളേജിലൊരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ, ഇപ്പോൾ ഇവൻ ക്രിസ്ത്യനാന്ന് വിചാരിച്ചു, അപ്പോൾ ഒരു പെൺകുട്ടി ഹിന്ദു ആണെങ്കിൽ ഇവനിങ്ങനെ ഇല്ല, പ്രണയമില്ല, കാരണം എന്താ അവൾ ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ട് അപ്പത്തന്നെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ബ്രെയിനിൽ ഇങ്ങനെ ടെക്സ്റ്റ് പൊട്ടിത്തെറിക്കൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഒരു ഹിന്ദു ചെക്കൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ കണ്ടാൽ അവൻ്റെ മനസ്സിൽ അപ്പോഴും നോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സിഗ്നലും അങ്ങനെ വരില്ല. ബയോളജി വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. ബയോളജി വർക്ക് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സെക്സ് എന്ന രീതിയിൽ മാത്രം. അപ്പം ഇവിടെ അത് ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ എന്ന ബേസിലല്ല ഇവിടെ ഈ ഒരു ബയോളജി വർക്ക് ചെയ്യുന്നത്. മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം പെൺകുട്ടി ആയിക്കോട്ടെ, ഹിന്ദു പെൺകുട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു മിക്സായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ്, മിക്സായിട്ടുള്ള ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത്, അങ്ങനെയുള്ള അവസരം കിട്ടുന്ന സമയത്ത്, ഒരു പക്ഷേ അതൊരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ ഇവർ തമ്മിലുള്ള പ്രണയങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അത് ബയോളജിയിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും ഒരു പഠനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹിന്ദുവിനെ മാത്രമേ പ്രണയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലല്ല ബയോളജി വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല ഈ പ്രണയം എന്നുള്ളത്. ഇസ്ലാമികരമായിട്ട് ഒരു തരത്തിലും അത് മുസ്ലിം ചെറുപ്പക്കാരനെ ഒരു മുസ്ലിം പെൺകുട്ടി പ്രണയിച്ചാൽ പോലും നമ്മൾ അംഗീകരിക്കുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിനെ കണ്ട് ഒരു ചെക്കനെ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ, അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ്റെ ആ പെൺകുട്ടിയുടെ പിതാവുമായിട്ട് സംസാരിച്ച് വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിലെ അടിസ്ഥാനപരമായിട്ടുള്ള മാർഗമായിട്ട് ഇസ്ലാം കണക്കാക്കുന്നത്. അല്ലാതെ അവളുമായിട്ട് ചാറ്റ് ചെയ്ത് നടക്കുക, അവളെ കൊണ്ട് ടൂർ പോവുക, അവളുമായിട്ട് ഒരുമിച്ച് താമസിക്കുക എന്നുള്ളതൊന്നും ഇസ്ലാം ഒരു തരത്തിൽ അനുവദിക്കുന്നില്ല. അതെല്ലാം ഹറാമാണ്, പരിപൂർണമായ ഹറാമായ കാര്യമാണത്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു എൻവിറോൺമെൻറ്റിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയിൽ, ഒരു ലിബറൽ കൾച്ചറൊക്കെ വന്ന അവസ്ഥയിലൊക്കെ സ്വാഭാവികമായിട്ടും ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ആവുകയും അങ്ങനെ രീതിയിലൊക്കെ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുകയും ചെയ്യും. ഇപ്പോൾ മിശ്ര വിവാഹങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് ഒരു നോർമലായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു രീതിയിലുള്ള എലമെൻറ്റ്, അതായത് ഒരു വർഗീയ എലമെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ മോശം കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായം ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല. ഒരുപാട് മുസ്ലിം പെൺകുട്ടികളെ മുസ്ലിങ്ങളായ ആളുകൾ വിവാഹം കഴിച്ചായിട്ട് കാണാൻ സാധിക്കും. ഒരു യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നുള്ളൊരു ന്യൂസാണ്. മർദ്ദനമേറ്റാണ് റുബീന മരിച്ചതെന്ന് പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നു. റുബീന എന്ന പെൺകുട്ടി മരിച്ചിട്ടുള്ളത്. വ്യത്യസ്ത മതക്കാരും അയൽവാസികളുമായ റുബീനയും ബൈജുവും കഴിഞ്ഞ മെയ് 16 കോഴിക്കോട് ആര്യ സമാജത്തിൽ വെച്ചാണ് വിവാഹിതരായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ മരണപ്പെട്ടത് റുബീന എന്ന പേരുള്ള പെൺകുട്ടിയാണ്. 26 വയസ്സേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവർ വിവാഹം കഴിച്ചത് ബൈജു എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനെയാണ്, ഒരു ഹിന്ദു ചെറുപ്പക്കാരനെയാണ്. അത് 1 മാസം കൊണ്ടാണ് ആ പെൺകുട്ടി മരണപ്പെട്ടത്. വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം കൊണ്ടാണ്
അവൾ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ അവൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ഇനി അത് മാത്രമല്ല, ഇവിടെ ഇവർ വിവാഹം നടന്നത് ആര്യ സമാജത്തിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ പേര് റുബീന എന്നുള്ള പേര് മാറ്റിയിട്ട് പിന്നീട് ബീന എന്നുള്ള പേരിലേക്ക്, ഒരു ഹിന്ദു പേരിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ വന്നിട്ട് ഈ പെൺകുട്ടി മരണപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സമയത്ത് ഒരു ആരോപണം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു അന്തിച്ചർച്ച നടന്നിട്ടുണ്ടോ? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ചകൾ ഇരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ വന്നിട്ട് ഇങ്ങനെ പറയാം, ഇവിടെ ഹൈന്ദവരെല്ലാം കൂടി ചേർന്ന് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, വിവാഹം കഴിക്കുന്നു, എന്നിട്ട് അവരെ പേര് മാറ്റുന്നു, മതം മാറ്റുന്നു, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു, എന്നിട്ട് അവർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഇത് മുസ്ലിം പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹിന്ദുക്കളുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ്, ലവ് ധർമ്മ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു മുസ്ലിം പണ്ഡിതനും, മുസ്ലിം പണ്ഡിതൻ പോട്ടെ, മുസ്ലിം പണ്ഡിതൻ ഒഴിവാക്കി വിടും, നമുക്ക് ഒരു മുസ്ലിം സംഘടനയുടെ നേതാവെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയാം. കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ടല്ലോ, ഒരു സംഘടന നേതാവെങ്കിലും വന്നിട്ട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അത് കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രണയം എന്ന് പറഞ്ഞ സംഭവത്തിൽ കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അമുസ്ലിങ്ങളെ മേലെ കൊണ്ടുപോയിട്ട് ഇത്തരം ആരോപണങ്ങൾ കാലങ്ങളായിട്ട് പറയാറില്ല. അങ്ങനെ ഒരു സ്വഭാവം മുസ്ലിങ്ങൾക്കില്ല. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. 25 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഷമീമ, റംലയുടെ മകൾ ഷമീമ എന്ന പെൺകുട്ടി മരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഭർത്താവ് സന്തോഷ് ക്വാർട്ടേഴ്സിൽ എത്തി ഷമീമയുമായി വഴക്കിട്ടിരുന്നു അത്രേ. അപ്പോൾ ഭർത്താവിൻ്റെ പേരെന്താണ്? ഭർത്താവിൻ്റെ പേര് സന്തോഷ് എന്നാണ്. സന്തോഷ് ഈ ഷമീമയുമായി വഴക്കിട്ടിരുന്നു. അതിനുശേഷം പിന്നീട് ഈ പെൺകുട്ടി കിണറ്റിൽ മരിച്ച രീതിയിൽ കാണുകയാണ്. എവിടെ വെച്ചിട്ട്? സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇവർ കൊല്ലപ്പെട്ട രീതിയിൽ കാണുന്നത്. 25 വയസ്സ് മാത്രം പെൺകുട്ടി. ഞാൻ അടുത്ത വേറൊന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ റസീന എന്ന പേരുള്ള പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ കാണുന്നത്. അത് നിങ്ങൾക്ക് അവിടെ നെറ്റിയിൽ കുറി വെച്ച ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ്. അതേപോലെ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ അതിനകത്ത് വരുന്നൊരു ഹൈന്ദവ പെൺകുട്ടിയുടെ ലുക്കിലാണ് അവിടെ ഫോട്ടോ ഉള്ളത്. റസീന 26 വയസ്സുള്ള റസീനയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ശൈലേന്ദ്രൻ്റെ ഒപ്പം ഒളിച്ചോടിയ റസീന, അതായത് ശൈലേന്ദ്രൻ ഒരു ചെറുപ്പക്കാരൻ, ഹൈന്ദവ ചെറുപ്പക്കാരൻ്റെ കൂടെ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് ഒളിച്ചോടിയ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു 26 വയസ്സുള്ള പെൺകുട്ടിയാണ് അവർ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഒരു 3 എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ എത്ര വിവാഹങ്ങൾ, മുസ്ലിം പെൺകുട്ടികളെ അമുസ്ലിങ്ങളായ ആളുകൾ വിവാഹം കഴിക്കുന്ന എത്ര സന്ദർഭങ്ങളുണ്ട്, എത്ര കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എത്ര പ്രണയ വിവാഹങ്ങളുണ്ട്. ഇവിടെ കേരളത്തിലെ പല രാഷ്ട്രീയ സംഘടനകൾ പോലും അമ്പലത്തിൽ വെച്ച് നടത്തി കൊടുക്കാറുണ്ട് കല്യാണം. അതാണ് ഏറ്റവും രസം. അമ്പലത്തിൽ വെച്ചിട്ട്, അത് സാധാരണ നിങ്ങൾ തട്ടം ഒഴിവാക്കും പെണ്ണെന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യുകയാണ്, അമ്പലത്തിൽ വെച്ചിട്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുക്കുകയാണ്. ആ മുസ്ലിങ്ങളുമായിട്ടുള്ള വിവാഹം അവരെ ആചാരപ്രകാരം നടത്തി കൊടുക്കുകയാണ്. എന്നിട്ട് എവിടെയെങ്കിലും ഒരു മുസ്ലിം സംഘടന നേതാവോ മുസ്ലിം പണ്ഡിതനോ വന്നിട്ട് ഏതെങ്കിലും ഒരു മതവിശ്വാസികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ആ മുസ്ലിങ്ങളായ ആൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മോശം പ്രചരണം പ്രചരിപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വൃത്തിയോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു വർഗീയത പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രണയ വിവാഹങ്ങളാണ് മെയിനായിട്ട് ഇത്തരത്തിലുള്ള രീതിയിൽ സംഭവിക്കാനുള്ള കാരണം. മുസ്ലിങ്ങളാരും തന്നെ ആ മുസ്ലിങ്ങളായ പെൺകുട്ടികളെ വീട്ടിലേക്ക് പോയിട്ട് പെണ്ണ് ആലോചിക്കാറൊന്നുമില്ല. ഇവിടെ സംഭവിക്കാറുള്ള പ്രണയ വിവാഹങ്ങൾ മാത്രമാണ്. അതായത് ഇസ്ലാം നിരോധിച്ചിട്ടുള്ള പ്രണയം എന്നുള്ളൊരവസ്ഥയിലൂടെ മാത്രമാണ് സംഭവിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കേൾപ്പിച്ചു തരാം. അതായത് ഒരു വോയിസാണ്, അത് ക്ലബ് ഹൗസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വളരെ വലിയ രീതിയിൽ പ്രചരിച്ചിട്ടുള്ള ഒരു വോയിസ് തന്നെയാണ്. ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരാള് അത് മറച്ചു വെച്ചുകൊണ്ട് അവരെടുത്തുനിന്ന് കല്യാണം കഴിച്ചാലും അതൊരു തെറ്റാണെന്നൊന്നും ഞാൻ പറയൂല. പെൺകുട്ടിയുടെ കാര്യം, ഏത് പെൺകുട്ടിയുടെ കാര്യം? ആ പെൺകുട്ടിയുടെ സഫറിങ്, ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരു ഭർത്താവിനെ പ്രതീക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സഫറിങ്, അത് ചിലപ്പോ ചില കാര്യങ്ങൾ ഐഡിയൽസിൽ ചില സമയത്തൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ആ വോയിസ് കേട്ടല്ലോ. ഇതാണ് യഥാർത്ഥ ലവ് ജിഹാദ്. അതായത് ഇവർ പറയുന്ന ഈ തീവ്ര വലതുപക്ഷ സംഘടന പറയുന്ന ആ ഒരു ലവ് ജിഹാദ്, അതായത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ച് പറ്റിച്ച് വിവാഹം കഴിച്ച് പിന്നീട് ആ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന ചെറുപ്പക്കാരന് ആ പെൺകുട്ടിനെ സ്വന്തം മതത്തിലേക്ക് മാറ്റുക എന്നുള്ള ഒരു നിർബന്ധിത മതപരിവർത്തനം, വഞ്ചന, ചതി, റേപ്പ്, ഇതിനെ ന്യായീകരിക്കുന്ന വോയിസ് നിങ്ങൾ കേട്ടത്. ഇത് പറഞ്ഞതൊരു മുസ്ലിം അല്ല, ഒരു അമുസ്ലിമാണ്, ഒരു എക്സ് മുസ്ലിമാണ്. അവൻ പറയുന്ന കാര്യം എന്താണ്? മുസ്ലിമാണെന്ന വ്യാജേന ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കുക, എന്നിട്ട് അവളെ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവളെങ്ങനെ ഒന്നിങ്ങനെ മാറ്റി മറിച്ച് നിർബന്ധിച്ച് അവളെ
ഒരു എക്സ് മുസ്ലിമാക്കി മാറ്റുക, ഒരു അമുസ്ലിമാക്കി മാറ്റുക, ഒരു ലിബറലാക്കി മാറ്റുക, ഒരു നാസ്തികനാക്കി മാറ്റുക, ഒരു സ്വതന്ത്ര ചിന്തകനാക്കി മാറ്റുക. ഈ ആശയം പറയുന്നത് ആരാണ്? ഒരു എക്സ് മുസ്ലിം സംഘടനപ്പെട്ട ആളുകൾ. അല്ലാതെ ഇത് മുസ്ലിങ്ങൾ പറയുന്നതല്ല. ഇതാണ് നിർബന്ധിത മതപരിവർത്തനം. ഇതാണ് ഈ തീവ്ര വലതുപക്ഷ സംഘടനകൾ പറയുന്ന ലവ് ജിഹാദ്. അത് നടപ്പാക്കുന്ന മുസ്ലിങ്ങളല്ല, അത് നടപ്പാക്കുന്ന മുസ്ലിങ്ങളെ നേരെയാണ്, മുസ്ലിങ്ങളെ മേലെയാണ് നടപ്പാക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു വോയിസ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ വോയിസിനെ കുറിച്ചിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇവരെ സംഘടനപ്പെട്ട ആൾ പറഞ്ഞിട്ട് പോലും ഈ ആരിഫ് ഹുസൈൻ്റെയോ ലിയാഖത്തിൻ്റെയോ ഒന്നും FBയിലോ ഇൻസ്റ്റാഗ്രാമിലൊന്നും നമുക്ക് അവരുടെ ചർച്ചയിലോ അന്തിച്ചർച്ചയിലൊന്നും നമുക്ക് ഈ വിഷയം കാണാനേ സാധിക്കില്ല. വേറൊരു വിഷയം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ധർമ്മസ്ഥലയിൽ നടന്നിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് കാണിച്ചിട്ടുള്ളത്. ധർമ്മസ്ഥല ആ ഒരു ഭാഗത്ത് നടന്നിട്ടുള്ള ഒരു 100ഓളം കുട്ടികളെ, പെൺകുട്ടികളെ, സ്ത്രീകളെയെല്ലാം അവരെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കുഴിച്ചു മൂടി എന്നുള്ളൊരു ആരോപണം ഇന്ത്യ ടുഡേക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 80 ബോഡീസ് ഞാൻ സ്വയം കുഴിച്ചു മൂടി എന്നൊരു വ്യക്തി അദ്ദേഹം പറയുന്നതാണ്. ഇതെങ്ങാനും ഒരു മുസ്ലിം പള്ളിയെക്കുറിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും പുകില്? ഒരു മുസ്ലിം പള്ളിയുടെ അടുത്തൊരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്, അവിടെ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു ആരോപണം ഒരു മുസ്ലിം പള്ളിക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള നാസ്തിക സ്വതന്ത്ര ചിന്തകരെല്ലാം കൂടി ചേർന്ന് അതിങ്ങനെ അത് ആഘോഷിക്കും. അത് അവർ ആഘോഷിക്കുകയാണ് ചെയ്യുക. ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരു കള്ള ആരോപണം മാത്രമാണ്, കള്ള പ്രചാരണം മാത്രമാണ്, ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ്. ഇതിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഈ പ്രൊപ്പഗണ്ട ശക്തി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നാഷണൽ അവാർഡ് കിട്ടിയൊരു സിനിമ ഉണ്ടല്ലോ, ഇപ്പോൾ കേരള സ്റ്റോറി സിനിമ, ഐ എം ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം എന്ന് പറയുന്ന ഡയലോഗ് ഉള്ള ഒരു സിനിമക്കാണ് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വലിയ രീതിയിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര വലിയ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു നാഷണൽ അവാർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വർഗീയ പ്രചാരണങ്ങളിലൊന്നും നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് മിക്സായി ജീവിക്കുന്ന ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുക്കളൊക്കെ എല്ലാ ആളുകളും നമ്മൾ പരസ്പരം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ച് ജോലി ചെയ്ത്, ഒരുമിച്ച് ഭക്ഷണം ഷെയർ ചെയ്തിട്ട്, ഒരുമിച്ച് ആഘോഷിച്ച് ജീവിക്കുന്ന നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഈ കള്ള പ്രചാരണങ്ങളുടെ മുന്നിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള കള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ നാസ്തികരായിട്ടുള്ള സ്വതന്ത്ര ചിന്തകൻ പറഞ്ഞു നടക്കുന്ന പുരോഗമനവാദികളെന്ന് പറഞ്ഞു നടക്കുന്ന ആളോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടാനുള്ള വരുമാനം കിട്ടുന്നു എന്നൊരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്ര മോശമാണ്. നിങ്ങൾക്ക് നിർത്തിയിട്ട് നിങ്ങൾക്ക് മാന്യമായിട്ട് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? വല്ല പണിക്ക് പോയിട്ട് പണിയെടുത്ത് വീർത്ത് ജീവിക്ക്. ഈ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിന് മുമ്പിൽ കയറി എന്നിട്ട് വെറുതെ കടന്ന് വർഗീയത പറഞ്ഞിട്ട് ജീവിക്കാതെ പണിയെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക. ശരി, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.